വടകരപ്പതിയിലെ മത്സ്യ ഫാക്ടറിക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ദുർഗന്ധമില്ലെന്ന് കോടതിയിൽ വാദിച്ച മത്സ്യ ഫാക്ടറിയുടെ മാലിന്യ വണ്ടി അർദ്ധരാത്രി നാട്ടുകാർ തടഞ്ഞു. ദുർഗന്ധം സഹിക്കവയ്യാതെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും റോഡിൽ ഛർദ്ദിച്ചു. സാർ ഒന്നുമില്ല, അവിടെ തുറന്നു നോക്കിട്ട് വിട്ടാ മതി. ഇവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങളെ പ്ലാന്റിൽ കൊണ്ട് നിർത്തി. പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ അതാണ് ഇന്നലെ തൊട്ടുള്ള ഇപ്പൊ അവര് കൊല്ലായിട്ടില്ലല്ലോ. ഇപ്പൊ 2 ദിവസമായിട്ടല്ലേ വന്നത്. കൊല്ലായിട്ടുള്ള പ്രശ്നമാണ്. ഇലക്ഷൻ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങി അത്രേ ഉള്ളൂ. ഇന്നലെ മിഞ്ഞാന്നും പോയിട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതോടുകൂടെ കമ്പനിക്ക് അറിയല്ലോ. കമ്പനിക്കായിട്ടുണ്ട് സംഭവം. മാറ്റിയിട്ട് പഴയ മീനെ അവിടെ പൊല്യൂഷൻ കൺട്രോൾ ഇതേ നാറ്റത്തിൽ പോയിട്ട് പൊല്യൂഷൻ കൺട്രോൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മെല്ലും ഇല്ലാവേണ്ട എഴുതി കൊടുത്തു. ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോലീസ് കസ്റ്റഡിയിൽ. ആ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ വണ്ടി കസ്റ്റഡിയിലെടുത്ത് ബാക്കി നടപടി നോക്കി പറയുന്നത്. പിന്നെ ഇപ്പോഴല്ലേ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഈ സമയത്ത് വരാൻ പറഞ്ഞാൽ ആരൊക്കെ വരുന്നുള്ള കാര്യം അറിയില്ല. വടകരപ്പതിയിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന സഞ്ചാരി ഓഷ്യാനിക് എന്ന സ്വകാര്യ മത്സ്യ ഫാക്ടറിയുടെ വാഹനമാണ് നാട്ടുകാർ അർദ്ധരാത്രി തടഞ്ഞത്. രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്ന മത്സ്യമാലിന്യങ്ങളുമായി ഫാക്ടറിയിലേക്ക് വന്ന കണ്ടെയ്നർ ലോറി ഇന്നലെ അർദ്ധരാത്രിയോടെ ഊരിന് മധ്യേ കിണർപ്പള്ളം ജംഗ്ഷനിലാണ് ജനക്കൂട്ടം തടഞ്ഞത്. കമ്പനിക്ക് മലിനീകരണമില്ലെന്നും മണമില്ലെന്നും ഹൈക്കോടതിയിൽ വ്യാജ റിപ്പോർട്ട് നൽകി സ്റ്റോപ്പ് മെമ്മോ റദ്ദാക്കിയ കമ്പനിയുടെ മുഖമാണ് ഇന്നലെ രാത്രി മറനീക്കി പുറത്തുവന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങളെ ഈ സമയത്ത് അധികാരം കൂടുതൽ നിങ്ങൾക്കാണുള്ളത്. പഞ്ചായത്തും നിങ്ങൾക്കാണുള്ളത്. നിങ്ങൾക്കാണുള്ളത്. അപ്പൊ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഒരു കാര്യം അതിന് നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ വരാം. തടഞ്ഞു നിർത്തി അതിനെ നോക്കുന്ന സമയത്ത് അതിൽ ഒഴുകുന്ന വെള്ളത്തിൽ പുഴുവ് അരിക്കുകയും അതിൽ നല്ല മീൻ കൊണ്ടുപോകണമെന്നാണ് പറയണത്. അതിൽ മീൻ തന്നെയാണോ അല്ല വേറെ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല. നല്ല മീനാണോ അല്ല ചീത്ത മീനാണോ എന്ന് അറിയില്ല. പക്ഷേ ഈ വണ്ടി ഇവിടെ വന്നിരുന്ന് മണിക്കൂർ കണക്കോളം നമുക്ക് തോന്നുന്ന ഈ സ്മെല്ലുകൾ സഞ്ചരിച്ച് വന്ന വഴിയിൽ മണിക്കൂറോളം ഈ സ്മെല്ലുകൾ നിൽക്കണം. നമുക്കവിടെ അവിടെ ഇരുന്ന കുട്ടികൾ ഇന്നലെ വൈകുന്നേരം ഇരുന്ന കുട്ടികൾക്ക് ഇപ്പം രാവിലെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഫുഡ് കഴിച്ചവരെ കുറച്ച് പേര് ഛർദ്ദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വന്നിട്ട് അങ്ങനെ വെച്ചാൽ പൊല്യൂഷൻ കൺട്രോൾ വന്നിട്ടില്ല. പൊല്യൂഷൻ കൺട്രോൾ വന്നിട്ട് അതിപ്പോൾ കമ്പനിക്ക് കൊണ്ടുപോയി കണ്ട് അവർ ടെസ്റ്റ് ലാബിലേക്ക് എടുത്തുകൊണ്ട് ആ ലാബ് റിപ്പോർട്ട് വന്ന് പൊല്യൂഷൻ കൺട്രോൾ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കണേ. അത് കൊണ്ടുപോയിട്ട് ആ മീൻ വണ്ടി വന്ന് റിട്ടേൺ കൊണ്ടുപോകാനും നിർത്തിയിരിക്കണേ. ഇത് വന്ന് ഒരുപാട് സ്മെല്ലായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളാകുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ദുർഗന്ധമായ അത്രയും സ്മെല്ലുകളാണ്. പുഴുവരിച്ച് കൊണ്ടിരിക്കുന്ന അത്രയും ദുർഗന്ധങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവിടെ വന്നുകൊണ്ടിരിക്കണം. അതിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഈ മീൻ എടുത്തിട്ട് ഭക്ഷണം അടക്കം കഴിക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ 2-3 മണിക്കൂർ നിൽക്കാൻ പറ്റില്ല. ആ സമയത്തും കൂടി നമുക്ക് ഈ സ്മെല്ലും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് ഉറപ്പായിട്ട് അവർ എങ്ങനെ ഈ ഭക്ഷണം വയ്ക്കുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ട് ചീഞ്ഞ മീൻ മാത്രമേ ഉള്ളൂ. അത്രയും ദുരന്തമായിട്ടുള്ള സ്മെല്ലും നിങ്ങളെ ഈ വീഡിയോയിൽ കണ്ടാലേ അറിയാൻ പറ്റും. അത്രയും പുഴുവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി 9 മണി മുതൽ ഇവിടെ തന്നെ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. ഇത് ഞങ്ങളുടെ അധികാരികളും വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ഇത് നാട്ടുകാർ മൊത്തം ഇതിന് പ്രതിഷേധിച്ച് നിങ്ങൾ നിൽക്കുകയാണ്. ഉറപ്പായിട്ടും ഇതിന് എന്തെങ്കിലും നല്ല നടപടി ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം. ഞങ്ങളിത് എല്ലാവരുടെ അടുത്തും അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങൾക്കൊരു അവകാശം വേണം. ഞങ്ങളുടെ ജനജീവിതം, ഞങ്ങളുടെ മക്കൾ ഇനി വരും തലമുറ ഇവിടെ ഈ മാസ്ക് ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു അവകാശം തേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു സങ്കടത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇത് പ്രതിഷേധമല്ല, നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥനയാണ്. നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണം. പൊല്യൂഷൻ കാരണം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും കോയിലപ്പതി, ആട്ടയമ്പതി, ചെട്ടിയാർകുളം, കിണർപ്പള്ളം, മുനിസിപ്പിയുള്ള കോഴിപ്പാറ വരെയും ഇതിൻ്റെ ഉണ്ട്. തമിഴ്നാട്ടിൽ ചൊക്കനൂർ പറയും ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറം അതുവരെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത് കാരണം. അപ്പോൾ അത് ഞങ്ങൾക്കിവിടെ സ്വൈരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കാൻ അനുവദിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു ശുദ്ധമായ വായു, വേറെ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനെ
നശിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. അഴിമതിരഹിത സമൂഹം വടകരപ്പതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വാഹനം തടഞ്ഞത്. സ്ഥലത്തെത്തിയ പോലീസിനും പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർമാർക്കും മാലിന്യവണ്ടിയുടെ രൂക്ഷമായ ദുർഗന്ധം കാരണം വണ്ടിക്കരികിൽ നിൽക്കാൻ പോലും സാധിച്ചില്ല. വണ്ടി ഫാക്ടറിക്കുള്ളിൽ കയറ്റി സുരക്ഷിതമായി ഇടാമെന്ന പോലീസിന്റെ ആവശ്യം നാട്ടുകാർ ശക്തമായി എതിർത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കമ്പനിക്കെതിരെ അന്തിമ തീരുമാനമെടുക്കാൻ വടകരപ്പതി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരാനിരിക്കെയാണ് ഈ സംഭവം. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഫാക്ടറി ലൈസൻസോ ഭൂജല വകുപ്പിന്റെ അനുമതിയോ ഇല്ലാതെയാണ് കമ്പനി ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പരാതി. ഒക്ടോബറിൽ കമ്പനിക്ക് പുറത്ത് രൂക്ഷമായ ദുർഗന്ധമുണ്ടായിരുന്നുവെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര ബോർഡിന് നൽകിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. DMO നൽകിയ ആരോഗ്യ ഭീഷണി റിപ്പോർട്ടും നിലനിൽക്കുന്നു. രൂക്ഷമായ മലിനീകരണം സൃഷ്ടിക്കുന്ന ഈ റെഡ് കാറ്റഗറി വ്യവസായത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളി അവസാനിപ്പിക്കണമെന്നും ഫാക്ടറീസ് ആൻഡ് മോട്ടോർ വാഹന വകുപ്പ് ചട്ടങ്ങൾ എന്നിവ കാറ്റിൽ പറത്തി അർദ്ധരാത്രി മാലിന്യം കടത്തിയ കമ്പനിക്കെതിരെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 233 പ്രകാരം അടിയന്തരമായി സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ 2 മീറ്റർ ആ ഡിസ്റ്റൻസിൽ സ്മെല്ല് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്മെല്ല് വന്നത്. പക്ഷേ ഈ സ്മെല്ല് ശ്വസിച്ച ശേഷം എല്ലാവർക്കും തൊണ്ടയിൽ ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വോമിറ്റിങ്, എന്ത് കഴിച്ചാലും വോമിറ്റിങ്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ് ആയാൽ ആ പ്രദേശത്തുള്ളവർക്കും അതിന് തൊട്ടടുത്ത് വാർഡ് മാത്രമല്ല, അതിൽ 4-5 വാർഡുകൾ ബന്ധപ്പെട്ടിട്ട് ആ സ്മെല്ല് എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ശ്വാസ തടസ്സം വരുന്നുണ്ട്, തൊണ്ടയിൽ അവർക്ക് ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, തലവേദന, ഛർദി, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അസുഖം വന്നവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോടെ ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ ജനങ്ങൾ സമ്മതിക്കില്ല. അവരൊപ്പം ഞങ്ങളുമുണ്ട്. കാരണം ഞങ്ങൾക്ക് സ്വന്തമായ വായു ശ്വസിച്ച് ഇവിടുത്തെ ജനങ്ങൾ നന്നായി ജീവിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇങ്ങനെയുള്ള ഓരോ കമ്പനികൾ വന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മാരകമായ അസുഖം വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. പിന്നെ കുഴൽക്കിണറുകളിലുള്ള വെള്ളം മലിനമാകാനുള്ള സാധ്യതയുണ്ട്. ആ കമ്പനിൻ്റെ ഉള്ളിൽ 4-5 ബോർ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊണ്ടാണ് പെരുമാറുന്നത്. ഇതിൻ്റെ വേസ്റ്റ് വെള്ളത്തിന് ഇവരെന്താ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം കമ്പനിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനമൊന്നുമില്ല. ഈ വേസ്റ്റ് വെള്ളം ബോറിൽ തന്നെ ഇറക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട്. ഇതായിക്കഴിഞ്ഞാൽ ഈ പ്രദേശം കംപ്ലീറ്റ് മലിനമായി കുടിവെള്ളത്തിന് അടക്കം സ്രോതസ് അടക്കം കേടുവരും. അതില്ലാതെ അതിനുള്ള നടപടി എടുത്തു തരണം എന്ന് മാത്രം പറയാനുള്ളൂ. UTV ന്യൂസ്, പാലക്കാട്.